ഏവർക്കും ദേവതാരുവിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഒരു അത്ഭുതമാണ്. ഗുരുവായൂരപ്പൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ കുറേ അത്ഭുതങ്ങൾ നമുക്കറിയാമല്ലേ. മഞ്ജുളാൽ തൊട്ടുള്ള കുറേ കഥകളും പൂന്താനത്തെ പരീക്ഷിച്ച കഥകളുമൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ഭഗവാന്റെ വികൃതികളും അത്ഭുതങ്ങളുമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഇടയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂരമ്പലത്തിലൊരു ചെറിയ അത്ഭുതം ഭഗവാൻ കാണിച്ചു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മാർച്ച് 10 നമ്മുടെ വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം നടക്കുകയാണ്. അതിൽ ഭഗവാന്റെ സന്നിധിയിലേക്ക് ആദ്യമായിട്ട് ഓടി എത്തിയത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ബാലു എന്ന ഒരു ആനയായിരുന്നു. അപ്പോൾ ബാലുവാണ് ഒന്നാമത് ഓടിയെത്തിയത് ഭഗവാന്റെ തിരുസന്നിധിയിൽ. അതുപോലെ തന്നെ ഭഗവാന്റെ തിടമ്പ് എല്ലാ ശിവയിലേക്ക് ഭഗവാന്റെ തിടമ്പെടുത്തതും ബാലുവായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് തിടമ്പിൻ്റെയൊക്കെ സമയമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 മണിയൊക്കെ ആയി കാണും. അപ്പോൾ അന്ന് ഭഗവാന്റെ ഉച്ച അലങ്കാരം എന്ന് പറയുന്നത് ഒരു കയ്യിൽ ഓടക്കുഴലും മറുകൈയിൽ താമരപ്പൂവുമായിരുന്നു ഭഗവാന്റെ ഉച്ച അലങ്കാരം. അപ്പോൾ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയോടൊക്കെ ആയി കാണും. സമയം ഏകദേശം ഒരു 5 മണി ആയി കാണും. ആ സമയത്ത് ബാലുവിനെ മാറ്റി കെട്ടിയിരിക്കുകയാണ് അവിടെ. ആ സമയത്ത് കുറച്ച് തിരക്കൊക്കെ ആ സമയം കുറവായിരുന്നു. ആ സമയത്ത് ഒരു ചെറിയൊരു ബാലൻ ഒരു താമരപ്പൂവായിട്ട് ബാലുവിൻ്റെ അടുത്ത് ചെന്നു. ബാലു അത് തുമ്പിക്കൈ കൊണ്ട് അങ്ങോട്ട് വാങ്ങിച്ചു. ആ സമയത്ത് അടുത്ത് ഇത് കണ്ടു നിന്ന ഒരാൾ ഓടി വന്ന് കുട്ടീനെ തള്ളി മാറ്റി. ആനക്കാരൻ ഓടി വന്നു. പക്ഷേ പിന്നീട് ആ കുട്ടിയെ നോക്കിയിട്ട് ആ ഭാഗത്തൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അത്ര ധൈര്യമായിട്ടൊരു കുട്ടി വരണമെങ്കിൽ ഒരു സാധാരണ ഒരു കുട്ടിയെ കൊണ്ടൊന്നും ഇത് നടക്കുന്ന കാര്യമില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ അവിടെ നിന്ന് എല്ലാവരും തന്നെ അതിപ്പം നടന്ന കഥയായതുകൊണ്ട് നടന്ന ഒരു സംഭവമായതുകൊണ്ട് നമുക്കെല്ലാം അത് വിശ്വസിച്ചേ പറ്റുള്ളൂ. ഭഗവാന്റെ ഒരു വികൃതിയായിരുന്നു ഇത് അറിഞ്ഞ് കേട്ടപ്പോൾ അത് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നടക്കട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതുപോലുള്ള അടുത്ത വീഡിയോയിൽ വരാം. നന്ദി, നമസ്കാരം.